ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ടൗണിലുള്ള ഇരിട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കാനം റിവർ വ്യൂ പോയിന്റിലേക്കാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ബൈക്കിൽ യാത്ര ചെയ്താൽ ഈ സ്പോട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഹൈവേയിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. എൻട്രൻസ് പോയിന്റ് വരെ ഏത് വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിലെത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുന്നതാണ്. 4 മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. കാരണം വെയിലിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് എന്തായാലും 2-3 മണിക്കൂർ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഏതൊരു സീസണിൽ പോയാലും ആ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ പോയ സമയത്ത് ലൈറ്റ് മഴയുണ്ടായിരുന്നു. ഒരു വൈകുന്നേര സമയത്താണ് പോയത്. സത്യം പറഞ്ഞാൽ ആ സമയത്തുണ്ടായ ഒരു വ്യൂ നമ്മളറിയാതെ ആ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓടിച്ചാടി കളിക്കാനുള്ള ഒരു ഏരിയ ഈ ഒരു സ്പോട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്പോട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടേ വരിക. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അത് ഫാമിലീസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, എന്ന് വേണ്ട എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ വരുന്ന സമയത്ത് കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടി 2-3 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരിവിടെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 6 മണി കഴിയാറായപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചാറ്റൽ മഴ കുറച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ സാവധാനം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പറ്റുമെങ്കിൽ ഒരു ദിവസം ഫാമിലിനെ കൂട്ടിയിട്ട് വരണമെന്നാണ് ആഗ്രഹം. കാരണം എന്തായാലും അവർക്കൊക്കെ ഈ സ്പോട്ട് എന്തായാലും ഇഷ്ടപ്പെടും. മഴക്കാലം ആയതുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങൾ തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അത് കണ്ണൂരിലുള്ള ആളായിക്കോട്ടെ, ഇനി കണ്ണൂരിലേക്ക് ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്ന ആളായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടിലേക്ക് വന്നതിന് നിങ്ങൾ ടൈം വേസ്റ്റ് ആവില്ല.